വളരെയധികം സമാധാനമുണ്ട്. രാജീവ് സർദേശായി എങ്കിലും ഒന്ന് പ്രതികരിച്ചല്ലോ. മാധ്യമപ്രവർത്തകനായ അദ്ദേഹം ഉമർ ഖാലിദിൻ്റെ ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയത് കണ്ടു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ UAPA ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന JNU വിദ്യാർത്ഥി ഉമർ ഖാലിദിന് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതിൽ വിമർശനവുമായി രാജ്ദീപ് സർദേശായി. ബലാത്സംഗ കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഗുർമീത് റാമിന് വീണ്ടും പരോൾ അനുവദിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് സർദേശായിയുടെ വിമർശനം. അതാണ്, ബലാത്സംഗ കേസിൽ 15 തവണ ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുകയാണ് ഈ പറയുന്ന റാം റഹീമിന്. 2017 ശിക്ഷിക്കപ്പെട്ടത് മുതൽ 14 തവണ റാം റഹീമിന് പരോൾ അനുവദിച്ചു. പക്ഷേ 5 വർഷമായിട്ട് യാതൊരു വിധത്തിലുള്ള വിചാരണയും ഇല്ലാതെ നിൽക്കുമ്പോഴും ഇപ്പോഴും ജാമ്യം നിഷേധിക്കുന്ന അത്തരം നിലപാടുകൾക്കെതിരെയാണ് മാധ്യമപ്രവർത്തകനായ രാജ്ദീപ് സർദേശായി തൻ്റെ പ്രതികരണത്തെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹമെങ്കിലും പ്രതികരിച്ചല്ലോ എന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ വിചാരണ തടവുകാരനായിട്ട് വർഷങ്ങളോളം വിട്ടിട്ട് അദ്ദേഹം കുറ്റം ചെയ്തതിന് തെളിവ് കൊടുക്കാൻ പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൊടുത്ത് കോടതിയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെടുത്തി അയാളെ ശിക്ഷിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തൂടെ? അതൊരു മനുഷ്യത്വപരമായ കാര്യമാണ്. ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് വിചാരണ തടവുകാരായി നിൽക്കുക തെറ്റെന്താ എന്നുള്ളത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കുറ്റപത്രം സമർപ്പിക്കാനൊക്കെ 5 വർഷം പോരെ? അന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ ആ നിലക്ക് വിചാരണ നീളുകയാണ്, അങ്ങനെ ജയിലിൽ കിടക്കുകയാണ്. ഇതിലൊരാളുടെ കമൻറ്റ് കണ്ടു. ആ കലാപം നടക്കുന്ന സമയത്ത് അവിടെ ഇല്ലാതിരുന്ന ഉമർ ഖാലിദ്, ആ സ്ഥലത്തെ സ്പോട്ടിലേ ഇല്ലാതിരുന്ന ഉമർ ഖാലിദിനെ ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ ആളുകൾ വിചാരണ തടവുകാരായിട്ടുണ്ട്. അതിൽ കുറ്റം ചെയ്തവരുണ്ടാകും, ഇല്ലാത്തവരുണ്ടാകും. ഈ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചിട്ട് കൃത്യമായ തെളിവൊക്കെ കൊടുത്തിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, രാജ്യദ്രോഹമാണെങ്കിൽ അവർക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കട്ടെ. അതിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകൾ അത് ശരിയല്ല എന്നുള്ള രാജ്ദീപ് സർദേശായി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന പല സംഭവവികാസങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, സഞ്ജീവ് ഭട്ടിനെ പോലെയുള്ള ആളുകളൊക്കെ എത്രയോ കാലങ്ങൾ വിചാരണ തടവുകാരായിട്ട് ജയിലറകളിൽ കഴിഞ്ഞ ഒരു സാഹചര്യത്തെ നമുക്കറിയാം. അങ്ങനെ എത്രയോ ആളുകൾ വിചാരണ തടവുകാർ UAPA നിയമപ്രകാരം കുറ്റം ചുമത്തപ്പെട്ടതിൻ്റെ പേരിൽ വിചാരണ തടവുകാരായി കഴിയാണ് ജയിലുകളിൽ. ഒരു വ്യക്തിയെയും, അത് ഉമർ ഖാലിദ് എന്നല്ല, സഞ്ജീവ് ഭട്ട് എന്നല്ല, വേറെ ആരാണെങ്കിലും ശരി, ഏത് മതക്കാരനാണെങ്കിലും മതല്ലോനാണെങ്കിലും ശരി, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തെറ്റ് ചെയ്താൽ അതിന് കുറ്റപത്രം സമർപ്പിക്കുകയും തെളിവുകൾ ഹാജരാക്കുകയും ശിക്ഷ വേഗത്തിലാക്കുകയും ചെയ്യുന്ന അത്തരം പ്രക്രിയയിലേക്കാണ് കടക്കേണ്ടത്. സുപ്രീം കോടതി ജാമ്യം നിശ്ചയിച്ചപ്പോൾ പറഞ്ഞത് കുറേ കാലം ജയിലിൽ കടന്നു എന്നത് ജാമ്യം കൊടുക്കാനുള്ളൊരു മാനദണ്ഡമല്ല എന്നാണ്. പക്ഷേ കുറേ കാലം, എത്ര കാലം ഇനി കുറ്റം തെളിയിക്കപ്പെടാൻ വേണ്ടി, വിചാരണ തുടങ്ങാൻ വേണ്ടി എടുക്കുമെന്നുള്ളത് അതൊക്കെ വലിയ നീതി നിഷേധത്തിൻ്റെ കാര്യമാണ്. ഏതായാലും അതിനെതിരെ ശക്തമായ രീതിയിൽ രാജ്ദീപ് സർദേശായി തൻ്റെ പോസ്റ്റിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. പലരും ഇത്തരം കാര്യങ്ങളോട് മൗനമായി നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഏതായാലും പലർക്കും, കൊലപാതകികൾക്കും ബലാത്സംഗക്കാർക്കുമൊക്കെ നിരന്തരം പരോൾ അനുവദിച്ചും ജാമ്യം കൊടുത്തുമൊക്കെ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ വിചാരണ തടവുകാരായി വർഷങ്ങളോളം കഴിയേണ്ടി വരുന്ന മനുഷ്യരുടെ വളരെ പ്രയാസകരമായൊരവസ്ഥയെ മനസ്സിലാക്കാൻ പരമോന്നത നീതിപീഠത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.